ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ സൺഡേ ആണ്. ഇന്ന് നമുക്ക് കാലത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കി. മക്കളുടെ ഇഷ്ടത്തിനുള്ള അവർക്ക് എന്താ പറയുക, മൊയിൽ വേണം, പൂച്ച വേണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ദോശ ഉണ്ടാക്കാനായിട്ട്. അവർക്ക് ഓരോ ഡിസൈൻ പറഞ്ഞിട്ടാണ് അവർക്കുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുത്തു. നമുക്കൊരു പണി ഞായറാഴ്ച ഒരു വെട്ടുകത്തി പണിയണം. അപ്പോൾ നമുക്ക് 4 കയറണം. അപ്പോൾ നമുക്ക് ആലോചിച്ച് കാണാം. ഇപ്പം ഇത് ആലയിലത്തെ പകുതി പണി കഴിച്ചിട്ട് പോകുന്നു. ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ഇപ്പം നമുക്ക് വീട്ടുപണിയും ആലയപ്പണിയും കൂടെ ചെയ്യണം. അപ്പം മറ്റേ അമ്മയും കൂടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണം. നമുക്ക് വേഗം പണികൾ കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ തിടുക്കപ്പെട്ട് വന്നിട്ട് ഇത് കറി ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പണികളുണ്ട്. പിന്നെ ഞായറാഴ്ച ചേട്ടനെ ഒഴിവുള്ളൂല്ലോ, പിന്നെ വർക്ക്ഷോപ്പിൽ പോകണമല്ലോ. അപ്പോൾ പിന്നെ പണിയാൻ പറ്റില്ല. അപ്പോൾ പുതിയൊരു വെട്ടുകത്തി നമുക്ക് മരം മുറിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വെട്ടുകത്തിയുടെ ഓർഡറാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതാണ് പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ചിക്കൻ വറുത്തരച്ചാണ് വയ്ക്കുന്നത്. അത് ബ്രോയിലർ ചിക്കനാണ്. നാടൻ ചിക്കൻ നമുക്കൊരു വേറൊരു ദിവസം നമുക്ക് വെച്ച് കാണിക്കാം. ഇപ്പോൾ നമ്മളിത് ബ്രോയിലർ ചിക്കനാണ് വറുത്തരച്ച് വയ്ക്കുന്നത്. ചിക്കൻ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ തിരുമ്മി വെച്ചിരിക്കുകയാണ്. പിന്നെ അത് വഴറ്റാനായിട്ട് ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി നമ്മൾ വഴറ്റുക. പിന്നെ വറുത്തരയ്ക്കാനായിട്ട് നാളികേരം മാത്രം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളികേരം വറുത്തത് നന്നായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മസാല. കാരണം വറുത്തരച്ച് വയ്ക്കുമ്പോൾ നമ്മൾ അധികം മസാല ചേർത്ത് കഴിഞ്ഞാൽ ആ നാളികേരത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ആണ് ചേർത്തത്. ഇപ്പോൾ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് നമ്മൾ വേവിക്കുക. അപ്പോൾ അരപ്പ് ചേർത്ത് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചു. നമ്മൾ ആ പാത്രത്തിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി. കാരണം അതിൽ ചിലപ്പോൾ വെന്ത് കഴിഞ്ഞാൽ കുറച്ച് ചാറാക്കുമ്പോഴേ നമുക്കത് ഇളക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്കാക്കി ഉച്ചക്കിന് വേവട്ടെ. വെന്ത് ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വറുത്തരച്ച നാളികേരം ചേർക്കാം. ആഹാ, നമ്മുടെ ചിക്കൻ്റെ മൂടി അങ്ങോട്ട് തുറന്നപ്പോൾ തിളച്ചിട്ട് നല്ല സൂപ്പർ മണം. കിലുക്കത്തിൽ രേവതി പറഞ്ഞ പോലെ കോയീൻ്റെ മണം അതുപോലെ നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. അവിടെ വെന്ത് കഴിയട്ടെ. കുറച്ചുകൂടി ഒന്ന് പാകമായി കഴിഞ്ഞ് നമുക്ക് നാളികേരം ചേർക്കാം. അവിടെ ഒന്ന് വേവട്ടെ. അപ്പോൾ അതാ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിരിക്കുന്നു. ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർക്കൊക്കെ KFCയും അൽഫാമും ഷവർമയൊക്കെ ഇഷ്ടം. ഇതുപോലത്തെ വറുത്തരച്ച കറികളോടൊന്നും അവർക്ക് പ്രിയം ഉണ്ടാകില്ല. പക്ഷേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് അവരുടെ വീട്ടിലുണ്ടാക്കി അവരോട് കഴിച്ചു കൊടുക്കാൻ പറയുക. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അൽഫാമിനോ KFCക്കോ ഒന്നും കിട്ടില്ല. അത്ര നല്ല ഒരു അടിപൊളി വറുത്തരച്ച കറിയാണിത്. നമുക്ക് നാടൻ ചിക്കൻ പോലെ തന്നെ നമുക്ക് ഈ ബ്രോയിലർ ചിക്കനും കൊണ്ട് നമുക്കിത് ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. ഈ വറുത്തരച്ച നാടൻ കറി ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ് ചെയ്യുക. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചത്തെ ഡിഷ് എന്ന് പറയുന്നത് അധികമൊന്നുമില്ല. പയറുപ്പേരി, പയറും കായൊക്കെ കൂടി ഒരു ഉപ്പേരി, ചിക്കൻ കറി, അതുപോലെ തന്നെ കുത്തിക്കാച്ചിയ പരിപ്പ് കറി. പരിപ്പ് കുത്തിക്കാച്ചിയതാണ്. ഇതിവിടെ രാശേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കറിയാണ് പരിപ്പ് കുത്തിക്കാച്ചിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചത്തെ കറികൾ. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചത്തെ ഡിഷ് എന്ന് പറയുന്നത് അധികമൊന്നുമില്ല. പയറുപ്പേരി, പയറും കായൊക്കെ കൂടി ഒരു ഉപ്പേരി, ചിക്കൻ കറി, അതുപോലെ തന്നെ കുത്തിക്കാച്ചിയ പരിപ്പ് കറി. പരിപ്പ് കുത്തിക്കാച്ചിയതാണ്. ഇതിവിടെ രാശേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കറിയാണ് പരിപ്പ് കുത്തിക്കാച്ചിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചത്തെ കറികൾ.
പക്ഷികളെയും അനാക്കോണ്ടയെയും ഗിരാറ്റ് വിഭാഗത്തിൽപ്പെട്ട ആഫ്രിക്കൻ മാനിനെയും സീബ്രയെയും ജിറാഫും അടക്കമുള്ള അപ്പോൾ വൈകുന്നേരമായി നമ്മുടെ വെട്ടുകത്തിയുടെ പണി പൂർത്തിയായി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് പണികളോടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചാച്ച പോയിട്ട് നൂൽപ്പുറമായിട്ട് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് കടകളിലൊക്കെ പാക്കറ്റിൽ കിട്ടുമല്ലോ. അപ്പോൾ അതൊന്ന് ആവി കയറ്റാനായിട്ട് വെച്ചേക്കാണ്. നമുക്ക് ചിക്കൻ കറി ഉണ്ടല്ലോ, അപ്പോൾ അത് കൂട്ടി കഴിക്കാം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കഴിയുകയാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഞങ്ങളുടെ വീഡിയോ കാണുക, സബ് ചെയ്യുക, അതുപോലെ ഷെയർ, ലൈക്ക്, കമൻറ്റ് ഇതൊക്കെ ചെയ്യുക. എപ്പോഴും ഞങ്ങളുടെ യാത്രയിൽ നിങ്ങൾ കൂടെ ഉണ്ടാകുക.